ഹായ് മക്കളെ, അപ്പോൾ എല്ലാവരും നമ്മുടെ ആനുവൽ എക്സാമിൻ്റെ ടൈം ടേബിൾ വന്ന കാര്യം അറിഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ ടൈം ടേബിൾ എങ്ങനെയാണ് എന്ന് നമുക്കൊന്ന് നോക്കിയാലോ. ഏറ്റവും ആദ്യം നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഹൈസ്കൂൾ അറ്റാച്ച്ഡ് LP സ്കൂളിലെ ടൈം ടേബിൾ ആണ്. 12-ാം തീയതിയാണ് നമ്മുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്. 12-ാം തീയതി ഫസ്റ്റ് എക്സാം എന്ന് പറയുന്നത് നമ്മുടെ മലയാളമാണ്, നമ്മുടെ ലാംഗ്വേജ് ആണ് കേട്ടോ. പിന്നീട് 17-ാം തീയതിയാണ്. 17-ാം തീയതി നമ്മുടെ ഇംഗ്ലീഷ് ആണ്. പിന്നെ നമുക്ക് കുറച്ച് ദിവസം ഗ്യാപ്പ് കാണാനായിട്ട് പറ്റും. 19-ാം തീയതിയാണ് അടുത്ത എക്സാം. 19-ാം തീയതി മാത്സ് ആണ്. പിന്നീട് 24-ാം തീയതിയാണ് നമ്മുടെ എക്സാം. അത് നമ്മുടെ അറബിക് അല്ലെങ്കിൽ സംസ്കൃതമാണ്. ഏറ്റവും അവസാനത്തെ എക്സാം നമ്മുടെ EVS ആണ്. അത് 26-ാം തീയതിയാണ്. ഇതിപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത് നമ്മുടെ ഹൈസ്കൂൾ അറ്റാച്ച്ഡ് LP സ്കൂളിലെ ടൈം ടേബിൾ ആണ്. ഇനി ഇൻഡിപെൻഡൻറ്റ് LP സ്കൂളിലെ ടൈം ടേബിൾ ആണ് അടുത്തതായിട്ട് പറയാനായിട്ട് പോകുന്നത്. അവർക്ക് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് 24-ാം തീയതിയാണ്. ലാംഗ്വേജ് ആണ് ഫസ്റ്റ് എക്സാം, അതായത് മലയാളമാണ് ഫസ്റ്റ് എക്സാം. പിന്നീട് അവർക്ക് കണ്ടിന്യൂസ് ആയിട്ട് എക്സാം വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. 25-ാം തീയതി ഇംഗ്ലീഷ് ആണ്. പിന്നീട് 26-ന് മാത്സ്, 27-ന് അറബിക് അല്ലെങ്കിൽ സംസ്കൃത്. പിന്നീട് നമ്മുടെ 30-ാം തീയതി പരിസര പഠനം അല്ലെങ്കിൽ EVSോട് കൂടി നമ്മുടെ ഇക്കൊല്ലത്തെ 2026-ലെ 4-ാം ക്ലാസ്സിൻ്റെ അധ്യയന വർഷം നമുക്ക് അവസാനിക്കുന്നതായിട്ട് കാണാനായിട്ട് പറ്റും. സോ ഇനി വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക, അടിപൊളിയായിട്ട് പഠിക്കുക. അതിൻ്റെ കൂടെ തന്നെ ഇനി വരാനിരിക്കുന്ന നമ്മുടെ ഫെബ്രുവരി 26-ലെ നമ്മുടെ CM KID സ്കോളർഷിപ്പ് എക്സാമിനും നിങ്ങൾ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ ഈ 2 എക്സാമിനും എല്ലാ മക്കൾക്കും ഓൾ ദി വെരി ബെസ്റ്റ്.